കാൽനടയാത്രക്കാർ സീബ്ര ലൈനിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഇനി വാഹനങ്ങൾ നിർത്തിയില്ലെങ്കിൽ കർശന നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും 2000 രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം. സീബ്ര ലൈനിൽ വാഹനം നിർത്തിയാലും നടപടി സ്വീകരിക്കും. പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും റോഡ് മുറിച്ചു കടക്കാൻ പേടിയാണ്. കോഴിക്കോട് നിന്നും നന്ദഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാൽനടയാത്രക്കാർക്ക് റോഡുകളിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സീബ്ര ലൈനുകൾ ഇവിടെ വരച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ വാഹനങ്ങൾ കൃത്യമായി നിയമം പാലിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. പ്രത്യേകിച്ചും ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഇവരുടെ മുന്നിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നു. അതേസമയം തന്നെ വാഹനങ്ങൾ ഈ സീബ്ര ലൈനിൽ പാർക്ക് ചെയ്യുന്നതും ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ MVD ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു നിയമലംഘനം ഉണ്ടായാൽ, അതായത് വാഹനങ്ങൾ റോഡിലെ യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് നിർത്തിക്കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സീബ്ര ലൈനിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ ചെയ്താൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനാണ് MVD ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ 2000 രൂപ വരെ ഫൈൻ ഈടാക്കാനും MVD തീരുമാനിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറയിലാണ്. ഇവിടെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. ഇവിടെയും കാഴ്ചകളൊന്നും വ്യത്യസ്തമല്ല. പലപ്പോഴും ആളുകൾ ഈ സീബ്ര ലൈൻ മുറിച്ചു കടക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൽ തന്നെ പ്രായമായ ആളുകൾക്കാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഒരു ലൈസൻസും ഇല്ലാത്ത മാതിരി അത് പോകുന്നു. അപ്പം നമുക്ക് മനുഷ്യന്മാർക്ക് ഭയം ഉണ്ടാവൂലേ? ഈ സീബ്ര ലൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ധൈര്യമല്ലേ? വേണ്ടിയാണ്. പക്ഷെ അവിടെയും കൂടി വണ്ടി നിർത്തുന്നില്ലല്ലോ. എന്താ നിർത്തി തരില്ല, നമ്മളിങ്ങനെ കാത്തു നിൽക്കണം. പിന്നെ എപ്പോഴും പോകും. എപ്പോഴും ഒന്നും നിർത്തി തരാറില്ല. പിന്നെ നമ്മളെ തടി നോക്കണ്ടേ? കാരണം അവന് തട്ടിയാലേ അവനിറങ്ങി ഓടിയാൽ മതി, നമുക്കല്ലേ പോവുക. ക്രോസ് ചെയ്യുന്നവരുടെ അക്ഷമതയാണ് ഒരു വലിയ പ്രശ്നം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, വണ്ടിയുടെ അതൊന്ന് കുറയുമ്പോൾ കയറാൻ ശ്രമിക്കില്ല. അതിപ്പോൾ എങ്ങനെയായാലും നമ്മുടെ അവകാശം എന്നുള്ളൊരു തോന്നലുണ്ട്. അത് മഹാ തെറ്റാണ്. ഇത് കോഴിക്കോട് മാനാഞ്ചിറയിലെ മാത്രം കാഴ്ചയല്ല, നഗരത്തിലെ പല ഭാഗങ്ങളിലും സമാനമായ കാഴ്ചയാണ്. സംസ്ഥാനമൊട്ടാകെ ആളുകൾക്ക് സീബ്ര ലൈനുകളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആളുകളോട് വാഹനയാത്രക്കാർ കൃത്യമായ മര്യാദ കാണിക്കുന്നില്ല എന്നുള്ളതാണ് MVDയുടെയും കണ്ടെത്തൽ. MVDയുടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ വർഷം ഇതുവരെ 800 പേരാണ് വാഹന അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. അതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. അതിൽ തന്നെ പ്രായമായവരാണ് പകുതി ആളുകളും. ഇവരൊക്കെ കാൽനട യാത്രക്കാരാണ് വാഹനാപകടത്തിൽ ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് MVD ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ഇങ്ങനെ കർശനമായ നിയമം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പല വാഹനയാത്രക്കാരും ഈ സംഭവം, ഈ ഒരു നിയമം പാലിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുമുണ്ട്. ഒറ്റപ്പെട്ട ആളായിട്ട് ഇങ്ങനെ വരരുത്. ഒരു ഭാഗത്ത് നിന്ന് കടക്ക് കാണിച്ചാൽ ഒരു കൂട്ടായിട്ട് നടക്കുമ്പോൾ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല. ഇതിപ്പോൾ ചിലവരുണ്ടാവും വണ്ടി സീബ്രേൻ്റെ മുകളിൽ കയറും പാഞ്ഞ് ഓടി വരുന്നത്, അത് തെറ്റാ. MVD ഇനി നിയമം കർശനമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആളുകൾ ഈ കർശനമാക്കിയ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരായി വരുന്നതേയുള്ളൂ. പലപ്പോഴും ഇപ്പോഴും ആളുകൾ ഈ നിയമം പാലിക്കുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. ക്യാമറ പേഴ്സൺ ജിജീഷ് മോങ്ങത്തിനോടൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.